ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയലറ്റ് പയറുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ചേമ്പും ചേനയൊക്കെ ഒന്ന് വീണ്ടും നടണം. അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ വയലറ്റ് പയർ. അപ്പോൾ അത് അത്യാവശ്യം ഒന്നായി വന്നിട്ടുണ്ട്. ചിലതൊക്കെ കേടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് എല്ലാം കൂടെ ഒരുമിച്ച് പറിക്കുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരുന്നതാണ്. കുറേയൊക്കെ അങ്ങ് മൂത്തും പോയി, കണ്ടില്ലേ. ഇതിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിത്തിനുള്ള പാകമായേനെ. അപ്പം ചിലതൊക്കെ മൂക്കാനും ഉണ്ട്. അങ്ങനെ പല സമയത്തായിട്ടാണ് കേട്ടോ ഇതെല്ലാം ആയി വന്നിട്ടുള്ളത്. കുഞ്ഞു പയർ വേറെ ആവുന്നതും ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ മോള് വശത്തായിട്ടാണ് കേട്ടോ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പയറായി വരുന്നത്. ഇതിനിടയ്ക്കൊന്ന് നിന്നാലും അങ്ങനെ പെട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്ന് ഒരു അത്യാവശ്യം നമുക്കൊരു തോരനോ അല്ലെങ്കിൽ ഒരു മെഴുക്കുവരട്ടിക്കോ ഒക്കെ ഉള്ള ഒരു പയറുണ്ടായിരുന്നു. കണ്ടില്ല, അത്യാവശ്യം നല്ല നീളമുള്ള വയലറ്റ് പയറാണ്. മീറ്റർ പയർ പോലെയൊക്കെ തന്നെ ഉള്ള ഇത് വൈജയന്തി എന്നാന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ ഒരു പേര്. ഇത് എന്താണ്, ഹൈബ്രിഡ് പയർ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം പയറൊക്കെ ഉണ്ട്. അപ്പം ഞാനിതെല്ലാം ഒന്ന് പറിച്ചെടുക്കുകയാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ചാനൽ വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് അതിൻ്റെ കാര്യം പറയാം. ഇപ്പം തൽക്കാലം എൻ്റെ ഒരു 5 ദിവസം മുന്നേയൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 400 പേര് അല്ലെങ്കിൽ ഒരു 500, ചിലപ്പോൾ ഒരു 1K അത്രയൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 40, 50, 60 അത്രയൊക്കെ വ്യൂസേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ലേ ഒരു കാരണമുണ്ട്. അത് ഞാൻ പിന്നെ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോസ് മാക്സിമം കുറേ പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണണം. പിന്നെ എൻ്റെ പഴയ കുറേ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് എല്ലാവരും ഒന്ന് കാണണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ കഴിയുമ്പോഴേക്കും എൻ്റെ ചാനൽ വല്ലാതെ ഫ്രീസായി പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് എനിക്കിപ്പം നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. പഴയ വീഡിയോസും കാണണം. അപ്പം കാര്യം എന്താണെന്നുള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാനത് പറയാം. അപ്പം നമ്മുടെ അന്ന് നട്ടിട്ടുള്ള ചീരയുണ്ടല്ലോ, അന്ന് കുഞ്ഞു കുഞ്ഞു ചീര ഞാനിങ്ങനെ നട്ടത് കാണിച്ചില്ലേ തെർമോക്കോൾ ബോക്സിലൊക്കെ, അതൊക്കെ നന്നായിട്ട് തേണ്ടോ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയമെന്ന് വെച്ചാൽ മഴയും ഉണ്ട്, ചില സമയത്ത് എന്താണ് വെയിലും ഉണ്ട്. പക്ഷേ ഈ ഒരു സമയം എനിക്കൊന്ന് നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പച്ചക്കറികളും നന്നായിട്ടുണ്ടാകുന്നുണ്ട്. വെണ്ടയ്ക്ക, അതുപോലെ തന്നെ വഴുതന, ചീര പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കേടുവരാൻ സാധ്യതയുണ്ട്. ബാക്കി പച്ചക്കറികളെല്ലാം അധികം വലിയ വിളവൊന്നും തരാത്ത പച്ചക്കറികൾ പോലും ഈ ഒരു സമയത്ത് നന്നായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഒന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുക. അതിന് ഒരു പറ്റിയ സമയമാണിത്. കാരണം ഈ ഒരു സമയമെന്ന് വെച്ചാൽ നന്നായിട്ട് പച്ചക്കറികളൊക്കെ പൂക്കാത്ത ചെടികൾ വരെ പൂക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു മാറ്റമാണ് ഈ ഒരു സമയത്ത്. പിന്നെ നമ്മുടെ ഒരു പടവലം ഉണ്ടല്ലോ, 2 പടവലമാണ് നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നത്. ഈ പടവലം, പയറ്, പാവൽ ഇതെല്ലാം മിക്സ് ചെയ്ത് നടരുത്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പക്ഷെ ഞാനതൊരു സൈഡിലാക്കിയിട്ടാണ് നട്ടത്. പക്ഷേ ഈ പയർ കുറേ അങ്ങോട്ട് കയറി വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കുഞ്ഞു പടവലങ്ങ മാത്രമേ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ. ഇവരെല്ലാം കുറച്ച് നേരത്തെ നട്ടതാണ്, പക്ഷേ ഇപ്പോഴാണ് ഇതിനകത്ത് കാ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് നടരുതെന്ന് ഞാൻ പറഞ്ഞത്. പയറിൻ്റെ തണ്ടിന് കുറച്ചും കൂടെ കട്ടിയുള്ളതാണ്. അപ്പോൾ അത് ഈ പടവലത്തിൻ്റെ മുകളിലോട്ട് കയറി അതിനങ്ങോട്ട് നന്നായിട്ട് വളരാൻ പറ്റാതെ വരും. അതാണ് പ്രശ്നം. എന്നാലും ഒരു പടവലങ്ങെങ്കിലും ഉണ്ടായല്ലോ, അത് കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്. പയറിനകത്ത് കണ്ടോ കുഞ്ഞു കുഞ്ഞു ജീവികൾ. അപ്പോൾ ഇതാണ് ഈ ഒരു സമയത്ത് ഇതിനെ ശല്യം ചെയ്യുന്നത്. ഇതൊരു തരം മുഞ്ഞയാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ഇതിപ്പം ഫുള്ള് ഇതിനകത്ത് ഇങ്ങനെ കയറി ഇരുന്ന് ഇതിൻ്റെ ഇങ്ങനെ നീരൂറ്റി കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അങ്ങനെ കുറേ ജീവികളുണ്ട് കണ്ടോ. പിന്നെ ഉറുമ്പുണ്ട് കേട്ടോ, ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാരം വിതറി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കീടനാശിനിയുടെ കാര്യം. നിങ്ങൾ എൻ്റെ ചാനൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം കാണുന്ന ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കീടനാശിനിയുടെ വീഡിയോ ആയിരിക്കും കേട്ടോ. അത് അത്യാവശ്യം കുറേ പേര് കണ്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങളും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിനെല്ലാം ഒരു ശമനം കിട്ടും. പിന്നെ ഇപ്പം ഇടയ്ക്ക് ഞാൻ ഈ ഒരു സംഭവങ്ങളിലോട്ടൊന്നും അധികം ഇറങ്ങാത്തത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇത്രയും ഇങ്ങനെയൊക്കെ ജീവികളും ഇതെല്ലാം ആയി വന്നത്. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ രാവിലെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെയുള്ള പച്ചക്കറി തോട്ടത്തിലൊക്കെ ഒന്ന് കയറി ഇതുപോലെയുള്ള ജീവികളെ ഒക്കെ ഒന്ന് കൈ കൊണ്ട് എടുത്ത് കളഞ്ഞാലും മതി. കുറേയൊക്കെ അതിന് ശമനം ഉണ്ടാവും.
അപ്പോൾ കുഞ്ഞു കുഞ്ഞു പയറിനകത്ത് വരെ ഉറുമ്പാണ്. അപ്പോൾ ദേ നമ്മുടെ എൻ്റെ അമ്മ പറഞ്ഞാണ് കേട്ടോ ഈ ഒരു ശംഖുപുഷ്പവും കൂടെ ഒന്ന് കാണിക്കണമെന്ന്. അമ്മയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ചെടിയാണിത്. ഇത് കുറേ വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ മുകളിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കയറൊക്കെ കെട്ടിയിട്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് മഴ എന്തോ പെയ്തപ്പോഴോ എന്തോ അതിൻ്റെ ആ കയറ് കെട്ട് താഴോട്ട് വീണു. പിന്നെ അത് കയറ്റി വിടാനായിട്ടും പോയിട്ടില്ല. കാരണം അത് നന്നായിട്ട് സ്പ്രെഡായി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി കാടാവുമെന്നൊക്കെ പേടിച്ചിട്ടായിരിക്കാം പിന്നെ അത് മുകളിലോട്ട് കയറ്റി വിട്ടില്ല. പക്ഷേ അത് താഴെ കിടന്ന് അവിടെ അടുത്തുള്ള ചെടിയിലെല്ലാം പടർന്നു കയറി ഉണ്ടായിട്ടുണ്ട്. ഇത് ഇരട്ട ശംഖുപുഷ്പമാണ്, നോർമൽ ശംഖുപുഷ്പമല്ല. നേരത്തെ വെള്ള ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ ഈ തട്ട് ശംഖുപുഷ്പത്തിനേക്കാളും ഈ ഒറ്റ ഇതിലുള്ള ശംഖുപുഷ്പം ഉണ്ടല്ലോ, അതിനാണെന്ന് തോന്നുന്നു കേട്ടോ കൂടുതൽ ഗുണമുള്ളത്. പിന്നെ അമ്മ എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഈ പച്ചക്കറികളെക്കാളും ഒക്കെ കൂടുതൽ ഇഷ്ടം ഇതുപോലെയുള്ള ചെടികളോടൊക്കെയാണ് കേട്ടോ, പൂക്കളുള്ള ചെടികളോട്. അപ്പം ഓർക്കിഡ് ഉണ്ട്, ഓർക്കിഡിൻ്റെ കാര്യമെല്ലാം നോക്കുന്ന അമ്മയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ വയലറ്റ് കളറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉള്ളിത്തോല് അതൊക്കെയാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പച്ചക്കറിയുടെ സ്ലറിയൊക്കെ ഒഴിച്ച് കൊടുത്താലും അത്യാവശ്യം നന്നായിട്ട് പൂവുണ്ടാവും. പിന്നെ നമ്മുടെ അന്ന് ചാക്കിൽ ചേന ഞാൻ കാണിച്ചില്ലേ, അത് ദേ ഉണ്ടോ, ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പം വേറെ 2 ചാക്കിലും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു. ഇത് പാകാനായിട്ട് വെച്ചതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് കുറച്ച് സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെ നടാമെന്ന് വെച്ചിട്ട് പാകിയതാണ്. പക്ഷെ ഒന്നും ആയിട്ടില്ല. ഇതും നട്ടതാണ്, ഇതെല്ലാം ഒരുമിച്ച് നട്ടതാണ്. പക്ഷേ ഇതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഒന്ന് നോക്കുവാണ്, കേടായി പോയിട്ടുണ്ടോ എന്നൊന്ന് അറിയണമല്ലോ. അപ്പോൾ എന്തായാലും സാധനം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ചെറിയ കുഞ്ഞു കുഞ്ഞു വേരായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ, ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചേന ചാക്കിൽ നടുന്നതെന്നൊക്കെ ഉള്ളത്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിലും ഞാൻ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും അവസാനം ഒന്ന് നന്നായിട്ടൊന്ന് കണ്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കണ്ടോ, കുഞ്ഞു മുള വന്നേക്കുന്ന കണ്ടില്ലേ. ഏകദേശം ഇതൊക്കെ നമ്മളൊന്ന് പാകാൻ വെച്ച് കഴിഞ്ഞാൽ 1 മാസം എടുക്കും മുളയൊക്കെ വരാനായിട്ട്. പിന്നെ നമ്മുടെ ഹൈബ്രിഡ് വെണ്ട ഉണ്ടല്ലോ, അതിൻ്റെ വിത്തൊന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് നടണം. പിന്നെ നമ്മുടെ വഴുതന, ഈ വഴുതനയുടെ കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ചൂട് സമയത്ത് ഇതിനകത്തൊന്നും ഒരു ഇല പോലും ഇല്ലായിരുന്നു, മുഴുവനും മുഞ്ഞ കുറേ ജീവികൾ കയറി നശിപ്പിച്ചു. ഇപ്പോൾ അതിനകത്ത് കണ്ടോ കുറേ വഴുതനങ്ങ ആയി വന്നിട്ടുണ്ട്. നല്ല വയലറ്റ് കളർ വഴുതനങ്ങയാണ്. പിന്നെ തക്കാളി വഴുതനയും എല്ലാം തന്നെ കണ്ടില്ലേ, അത്യാവശ്യം കായ്കളെല്ലാം ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക, വഴുതന, പയർ, ഏകദേശം ചീരയൊക്കെ ഒഴിച്ചിട്ട് ഏകദേശം എല്ലാ പച്ചക്കറികളും നന്നായിട്ടുണ്ടാകുന്ന സമയമാണ്. ഇതൊക്കെ എല്ലാം ഉണങ്ങിപ്പോയതാണ്. പക്ഷേ കണ്ടില്ലേ ഇപ്പോൾ കുറേ വഴുതനങ്ങ ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വെള്ളക്കാന്താരിയാണ്. അത് കുറച്ചൊക്കെ നമുക്കൊന്ന് മുരടിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിത്തുകളൊന്ന് പാകി കിളിപ്പിച്ചെടുത്താണ്. അപ്പോൾ അത് ഇനി മാറ്റി നടണം. പിന്നെ അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വയലറ്റ് ഉണ്ടമുളകുണ്ടല്ലോ, അതാണിത്. അപ്പോൾ അതും എല്ലാം വേറെ വേറെ കുഞ്ഞു കുഞ്ഞു ചട്ടികളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വെള്ളക്കാന്താരി ഇതെല്ലാം നമുക്കൊരു ഒരു ബിസിനസ്സായിട്ടൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. അതായത് ഇതൊക്കെ കടയിൽ കൊണ്ട് കൊടുത്താൽ അത്യാവശ്യം നമുക്ക് ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ വഴുതനങ്ങ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ നേരത്തെ ചേമ്പൊക്കെ നട്ടിട്ടുള്ളത്, നമ്മുടെ വിവാദമായിട്ടുള്ള ചേമ്പ് കൃഷി, അതിൻ്റെ ആ ഒരു വീഡിയോ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അതിനകത്ത് കുറേ കുറ്റങ്ങൾ നെഗറ്റീവ് ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിന് നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഇതേ കണ്ടോ നമ്മുടെ ചേനയും അതുപോലെ തന്നെ ചേമ്പും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചേമ്പെന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം ചേമ്പൊക്കെ നടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ നടുന്നില്ല എന്ന് വെച്ചിരുന്നതാണ്. പിന്നെ വെറുതെ ആ ഒരു സ്ഥലം വെറുതെ ഉള്ള പോച്ചയൊക്കെ കയറി കിടക്കുകയല്ല, അപ്പോൾ പിന്നെ ഒന്ന് കുഴിച്ച് വെച്ചേക്കാമെന്ന് വെച്ചു. അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ സംഭവം നമ്മൾ അന്ന് അവിടുന്ന് തന്നെ പറിച്ചിട്ട് ഒരു പുറകിൽ കൊണ്ട് ഇട്ടിരുന്നതാണ് കേട്ടോ. അത് അവിടെ കിടന്ന് കിളിച്ച് ഇങ്ങനെയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോളുക. ഞാൻ ഈ കട്ട് ചെയ്ത് കളയുന്ന എല്ലാം ഇത് തന്നെയാണോ നടുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. ചിലർക്കൊക്കെ ഭയങ്കര സംശയങ്ങളൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കണ്ടോ ഇതെല്ലാം നമ്മളിങ്ങനെ അറ്റം കട്ട് ചെയ്തിട്ട് ആണ് എടുക്കുന്നത്. പിന്നെ ചിലർ വേരൊക്കെ കളയാറുണ്ട് കേട്ടോ. നമ്മൾ വേര് കളഞ്ഞില്ല, കാരണം ഇപ്പോൾ ഇത്രയും താമസിച്ചിട്ടും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ആ ഒരു മുളയുണ്ടല്ലോ, ആ മുളയൊക്കെ കട്ട് ചെയ്ത് കളയണം. പിന്നെ വേരും കൂടെ ഒക്കെ കട്ട് ചെയ്ത് കളയണം, അങ്ങനെ നടാം. പക്ഷേ നമ്മൾ ഇത്രയും മുളയൊക്കെ കിളിച്ച് വന്നുകൊണ്ട് അത് കളഞ്ഞില്ല. പിന്നെ വേരും അങ്ങനെ കളഞ്ഞില്ല. അപ്പോൾ അത് അല്ലെങ്കിൽ ഈ വേരെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ ചിലപ്പോൾ ആ മുളയെല്ലാം ഉണങ്ങിപ്പോവും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് അവിടെ ഒരു കറയുണ്ടല്ലോ, ആ കറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ചാരവും കൂടി, നനഞ്ഞ ചാരമാണ് കേട്ടോ,
ചാര നന്നായിട്ടിരുന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എളുപ്പമായി, നന്നായിട്ട് അത് ഇരിക്കുന്നുണ്ട്. അതും പുരട്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ചാണകപ്പാൽ കേട്ടോ, ചാണക വെള്ളം, അതെ, അപ്പോൾ അതാണെങ്കിൽ നമുക്ക് പുരട്ടി വെക്കാം. നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ ഈ ചാണകപ്പാൽ എന്നൊക്കെ പറയുവേ, അതും കുറ്റമായിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം കർഷകരൊക്കെ എല്ലാവരും പലരും ഇങ്ങനെ ചാണകപ്പാൽ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അപ്പോൾ ദേ ഞാൻ ആ കുഴിച്ചിട്ടേക്കുന്ന നമ്മുടെ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ, അതായത് ഈ അറ്റ ഭാഗത്ത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ചേമ്പൊക്കെ നട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിവിടെ ആ ഒരു ചേനയുണ്ടല്ലോ, ചേനയാണ് നടുന്നത്. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ഒരു സ്പേസും ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല വെയിലും കിട്ടുന്നൊരു സ്ഥലമാണ്. മറ്റേ നമ്മൾ ആ ഒരു ബാക്കി ഭാഗം അങ്ങോട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു ഇടുങ്ങിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ ചേമ്പിരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ചേന കുറച്ച് വലുപ്പത്തിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക ചാണകം അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നടുവാണ്. വേറെ വലിയ വളങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിതിന് മുന്നേ ചേമ്പ് നടുന്നത്, ചേന നടുന്നത്, അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ ഓരോ പ്രാവശ്യം വളം കൊടുക്കുന്നത്, അതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലുപൊടി അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് സ്റ്റെറാമിൽ കിട്ടും. സ്റ്റെറാമിൽ ഒരു ജൈവ വളമാണ്. അത് കിലോയ്ക്ക് ഒരു 35-40 രൂപയ്ക്കാണ്. അതിനകത്ത് എല്ലാം ഉണ്ട്, എല്ലുപൊടിയുണ്ട്, കമ്പോസ്റ്റും എല്ലാ സംഭവങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് വേണമെങ്കിലും നമുക്ക് ഈ വളങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം തൽക്കാലം നമ്മൾ ഇപ്പോൾ അടിവളമായിട്ട് ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, നടുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തായാലും കിളിച്ച് വരട്ടെ എന്നൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങ് നടുകയാണ്. പിന്നെ ഇനിയും നമുക്ക് കുറച്ചുകൂടെയൊക്കെ വളർന്നു വരുമ്പം ഇനി വളപ്രയോഗങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ചേന അതുപോലെ തന്നെ ചേമ്പ് ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നടുന്ന സമയത്തുണ്ടല്ലോ, രാവിലെ ആണെങ്കിൽ നമ്മൾ കിഴക്കോട്ട് നിന്ന് നടണം, കിഴക്കോട്ട് ദർശനം വെച്ചിട്ട് നടണം. ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ പടിഞ്ഞോട്ട് നോക്കി നടണം. അങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്. അതനുസരിച്ചാണ് ഞാൻ വെക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഓരോരോ രീതികൾ. പിന്നെ നമ്മൾ ചേനയൊക്കെ വെക്കുമ്പോൾ എങ്ങനെയാണ് തെക്ക് സൈഡിലേക്ക് ആവരുത്, വടക്ക് സൈഡിലോട്ട് വേണം അതിൻ്റെ മുഖം വരാനെന്നൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെയിലടിക്കത്തില്ലേ, ഇത് വളർന്നു വരുന്ന സമയത്ത് തെക്ക് വശത്തു നിന്നുള്ള വെയിൽ നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചേന അതിൻ്റെ ആ മുളയൊക്കെ കരിഞ്ഞു പോവും. ആ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വടക്ക് സൈഡിലോട്ട് അതിൻ്റെ മുഖം വെക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദേ ഞാൻ ചേനയുടെ മുകളിലോട്ടും കുറച്ചുകൂടെയൊക്കെ ഒന്ന് വളങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചേമ്പ് ചേന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ മുകളിലോട്ടാണ് നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വരേണ്ടത്. കാരണം ഇത് താഴോട്ടല്ല പോകുന്നത്, മുകളിലോട്ടാണ് കേട്ടോ അത് വളർന്നു വരുന്നത്. അങ്ങനെ ഒത്തിരി അടിയിലോട്ടൊന്നും ഇത് പോകത്തില്ല, എല്ലാം മുകളിലായിട്ട് തന്നെയാണ് ചേമ്പിൻ്റെ വിത്തായാലും ചേനയൊക്കെ ആണെങ്കിലും വളർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു സമയത്തിനനുസരിച്ച് വളങ്ങളൊക്കെ ഇട്ട് വന്നാൽ മതി. അപ്പോൾ ഇതേ കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, ഞാൻ കണ്ടോ ആ ചേമ്പ് വെച്ചിട്ടുണ്ട്. ആ നേരത്തെ ആ മുറിച്ച് വെച്ചിട്ടുള്ള ചേമ്പ് തന്നെയാണ് കേട്ടോ ഈ വെച്ച് കൊടുക്കുന്നത്, വേറെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സംശയങ്ങൾ തീർന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ കണ്ടോ, ഇവിടെ ഏകദേശം ഞാനൊരു 3 എണ്ണമാണ് എടുത്തെങ്കിലും ഞാൻ ഒരെണ്ണം കൂടി അപ്പുറത്തെ സൈഡിൽ നട്ടിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ ഒരു വലിയ കുഴി ആയതുകൊണ്ടാണ് ഈ ഒരു 2 എണ്ണമൊക്കെ വെച്ച് നട്ടു കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 എണ്ണം വെച്ചാണ് കേട്ടോ അങ്ങ് അറ്റത്ത് നട്ടത്. അതിനകത്തും അത്യാവശ്യം നന്നായിട്ട് വിത്തുണ്ടായിരുന്നു. നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം ഒരു തടത്തിൽ നടുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ അത്രയും വേറെ എവിടെ നമ്മൾ നടന്നൊന്നുമില്ല, അപ്പോൾ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതിനിടയ്ക്ക് ഒരു ചെറിയ കുഴിയും കൂടെ എടുത്തിട്ട് അവിടെയും കൂടി ചേമ്പ് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ. വെറുതെ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ ഗ്രോ ബാഗാണ് കേട്ടോ, ചേമ്പ് ഗ്രോ ബാഗിലാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വെച്ചു. പിന്നെ നമ്മുടെ ആ ചേനയൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഒന്ന് വെയിലത്തോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് മധുരക്കിഴങ്ങാണ്, അതിൻ്റെ ഇനി വളമൊക്കെ ഇട്ട് കൊടുക്കണം. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാമേ. എന്നാലേ നന്നായിട്ട് ഇതിനകത്തൊക്കെ കിഴങ്ങുണ്ടാകത്തുള്ളൂ. ഇത് നമ്മൾ കുറേ ചാക്കിലും അതുപോലെ തന്നെ വീപ്പയിലും ഒക്കെ വെച്ചേക്കാണ്. അപ്പോൾ അത്യാവശ്യം ഇപ്പം നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ ചാനൽ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എൻ്റെ പഴയ വീഡിയോസും ഇപ്പോഴിടുന്ന വീഡിയോസൊക്കെ ഒന്ന് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെ എല്ലാവരും കാണട്ടെ. അല്ലെങ്കിൽ എൻ്റെ ചാനൽ വല്ലാതെ ഡൗൺ ആയി പോവും. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്